കുട്ടിയെ നാളെ ഇടയിൽ വല്ല കട്ടൻ ചായ എടുക്ക്. ഞാൻ ഈ മെഷീൻ എന്തോ കേടുണ്ടാവുന്ന നോക്കട്ടെ. എന്തിപ്പോൾ ഇതായിക്ക് ഇന്നലെ വരെ ഒരു കേടുണ്ടായിരുന്നില്ലല്ലോ. ഇന്നിപ്പോൾ സംഭവം സ്വിച്ച് തന്നെ ഓണാകണില്ല. ഇപ്പോഴത്തെ വർക്ക്ഷോപ്പ് കൊണ്ടുകൊണ്ട് വരുമോ? പാപ്പാ അസ്സലാമു അലൈക്കും. പണിക്ക് പോയിട്ട് വരാട്ടാ. കുട്ടിയെ ചായ ഒക്കെ കുടിച്ചില്ലേ? ആ പാപ്പാ ചായ ഒക്കെ കുടിച്ചു. നമ്മളെ മരുന്ന് എന്തെങ്കിലും തീർന്നിക്കണം, എന്തെങ്കിലും കൊണ്ടുവരാണ്ടാവും മരുന്ന് എന്തെങ്കിലും. മരുന്നൊന്നും വേണ്ട, ഒരു 10 ദിവസത്തിനുള്ള മരുന്ന് ഇവിടെ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ബേജാറുമില്ല. കാരണം എന്താണെന്നറിയോ, ഈ കുടുംബത്തിനെ നോക്കാൻ പ്രാപ്തിയുള്ളവനാണ് എനിക്ക്. പക്ഷെ നേരെ മറിച്ച് എൻ്റെ മൂത്ത് 2 ഉണ്ടല്ലോ, മൂട്ടിൽ സൂര്യൻ ഉദിച്ചാലും നീച്ചൂല. ചേരട്ടമായി ചുരുണ്ടമാതിരി ചുരുണ്ട് കിടക്കുകയാണ് ഇപ്പോഴും. സമയം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ? ഇത് വരുമ്പോൾ പറ്റുകയാണെങ്കിൽ 2 പന്നിപ്പടക്കം വാങ്ങിയിട്ട് പോവാം. ജീവിതത്തിന് എന്തിനാ പന്നിപ്പടക്കെന്ന് ഓലെ മൂട്ടിലിട്ട് പൊട്ടിച്ചാനാണ്. എന്നാലെങ്കിലും ഒന്ന് നീച്ചോന്ന് അറിയണമല്ലോ. അതൊന്നും സാരല്ല പാപ്പ, ഓലൊക്കെ നന്നായിക്കോളും. എനിക്ക് ഏതായാലും ഇറങ്ങാൻ സമയമായി, ഞാൻ പോട്ടെ എന്നാ. കുട്ടിയെ നോക്കി പോണേട്ടോ. ആയിക്കോട്ടെ പാപ്പ. വണ്ടീൻ്റെ ബുക്കും പേപ്പറും ഒക്കെ എടുത്തോളൂണ്ട്, ഹെൽമെറ്റ് വെച്ചോളൂണ്ട്. ആ പാപ്പ. ആ അല്ല പാവേ, നമ്മളിങ്ങനെ മൊബൈൽ മീൻ കളിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഫുഡ് എന്തേലും കഴിച്ചിട്ടുണ്ടോ? നമുക്ക് ഫുഡ് കഴിക്കാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? പിന്നെ എന്ത് തേങ്ങാ പുണ്ണാക്ക് കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുക? ഇന്ന് ശരി, പൈസ ഉണ്ടാക്കാനുള്ള വല്ല ബുദ്ധി എനിക്ക് തോന്നുന്നുണ്ടോ? പൈസ ഉണ്ടാക്കാനൊക്കെ മാർഗമുണ്ട്. നമുക്ക് 1-2 ബാങ്ക് കണ്ട് കൊള്ളടിച്ചാലോ? അതൊന്നും നടക്കൂല. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ നമ്മൾ പണിക്ക് പോകില്ല. അങ്ങനെ എങ്ങനെയാണ് അത്യാവശ്യത്തിന് ചീത്തപ്പേര് നമുക്കുണ്ട്. ഈ പോലീസിന്റെ ചോട്ടും കുത്തും അത് തീരെ നടക്കൂല. വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറ. ജിന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിലേ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്നെ എന്ന് വേഗം പറവാവേ. എടാ, പണിക്ക് പോയിട്ടൊന്നും നമ്മൾ എവിടെയും എത്തൂല. ഞമ്മക്കേ വാപ്പാന്റെ സ്വത്തണ്ട് കൈക്കലാക്കിയാലോ? അത് നല്ലൊരു ഐഡിയ ആണ് പാവേ. വാപ്പാന്റെ ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെ അത് കൈക്കലാക്കും? അതിന് നല്ലൊരു ഐഡിയ ഉണ്ട്. എടാ, എൻ്റെ പെരപ്പണിക്ക് ഒരു ലോഡ് വെട്ടല് വന്നിക്കണേ. ഇന്ന് പോട്ടർമാരാരും കാണില്ല. നമ്മളൊന്ന് ഇറക്കാൻ വരുമോ? എത്ര വേണ്ടിച്ചാ ഞാൻ തരാം. വാവേ, എന്തൊക്കെ ഈ ചെങ്ങായി പറയണ്? ബക്കറാക്കാന്റെ മക്കളിച്ച് പണിക്ക് വിളിച്ചേ, അനക്കെന്താ തീരെ തലക്ക് സുഖല്ലേ? എങ്ങനെയും ഒരു ദിവസം പണിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഓ പണിക്ക് വിളിച്ചത്. അന്റെ എല്ലാണ്ട് വള്ളാക്കും ഞങ്ങൾ. തലക്കാലം പോയിക്കോ അവിടുന്ന്. ഞാനേ അണ്ടനി അടങ്ങോറിനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഇപ്പൊ നേരിട്ട് കണ്ടു, സന്തോഷായി. ഞാൻ പോട്ടെന്നാ. ഓടാ. വാവേ, എന്തോ പറഞ്ഞതിന്റെ അർത്ഥം? ഓനെന്തോ പറഞ്ഞോട്ടെ, നമ്മളൊരു പാനിട്ടില്ലേ, അതിന്റെ പദ്ധതി നോക്കവാ. അതായിരിക്കും നമ്മളെ ഭാവിക്കുന്നല്ലേ. വാവേ, വാപ്പ വീടി മേടിച്ച സിറ്റോട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വാപ്പാന്റെ സ്വത്ത് കൈക്കലാക്കണവരെ നല്ല അഭിനയിച്ചോണ്ടിട്ടോ. അഭിനയത്തിന്റെ കാര്യത്തിൽ ഇജ്ജ് ബേജാറാകണ്ട, അത് ഞാനേറ്റു. വാപ്പാ, വാപ്പാ. പൊന്നാര വാപ്പ, നിങ്ങൾ ഈ ബീഡി വലിച്ചിട്ടാണ് ഇങ്ങനെ കുരക്കണത്. നിങ്ങൾ ഞങ്ങളെ വാപ്പയാണ്. ഈ ബീഡി വലിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാനക്കേടാണ്. ഇനി മുതൽ ഇത് വലിച്ചണ്ട. നിങ്ങളെ ചുണ്ടത്ത് പോകേണ്ടത് ഇനി മുതൽ വിൽസാണ്. ഇത് വലിച്ചോളി. വിൽസൊക്കെ ഇപ്പൊ ഒരുപാട് ചെറുതായിക്കണല്ലോ. ഇത് വിൽസും അല്ല, വേറെ ഏതോ കമ്പനി ആണല്ലോ. എന്നോട് വാവേ, ഞാൻ വാപ്പാക്ക് വിൽസും അങ്ങനല്ലേ പറഞ്ഞു. ഇജേതാ ലോക്കലാ വാങ്ങിട്ട് വന്നിക്കണ്? എടാ, ഇന്ന് ആ കടയിൽ വിൽസ് ഉണ്ടായിരുന്നില്ല. വാപ്പ ഇന്ന് ഈ സാധനം വരിക്കട്ടെ, നാളെ മുതൽ വാപ്പ വിൽസോള് വരിക്കാം. വിൽസ് വാങ്ങിക്കൊടുത്താൽ മതി നമുക്ക്. എന്താ ഇവർക്ക് പറ്റിയേക്കണേ ഇതുവരെ ഇല്ലാത്തത്? ഇന്നിപ്പോൾ ഏതോ ഒരു ലോക്കൽ സിഗരറ്റ് കൊണ്ടുവന്നിട്ട് ബീഡിയൊക്കെ വാങ്ങി വലിച്ചെന്ന് സിഗരറ്റ് വലിപ്പിച്ചു. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കളിയുണ്ട്. ഏതായാലും നോക്കാം. എന്താ വാപ്പങ്ങൾ ആലോചിച്ചണ്? അല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് എന്താ പറയുക ഉണ്ടാക്കും ഒരു മാറ്റം എന്ന് ഞാൻ ആലോചിച്ചതാണ്. ഒന്നുമില്ല വാപ്പ, ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടാളുമായി നന്നാവാൻ തീരുമാനിച്ചു.
എന്താ നിങ്ങൾക്ക് രണ്ടാക്കും എന്നോട് എന്തോ പറയേണ്ടത് തോന്നുന്നു? പറഞ്ഞോളി. അല്ല വാപ്പ, ആ. ഇങ്ങക്കിപ്പോ മൊത്തത്തില് എത്ര ഉണ്ടാവും സ്വത്ത്? സ്വത്ത് ഇപ്പോ നമ്മൾ അവിടുത്തെ സ്ഥലം, ഇവിടുത്തെ സ്ഥലം, വീട്, വണ്ടി ഒക്കെ പാടെ ഒരു 1.5-2 കോടി ഉറുപ്പ്യന്റെ അടുത്തുണ്ടാവും. എന്നാലും വാപ്പ, ഇത് നിങ്ങൾ പുറത്ത് ആരത്തും പറയണ്ട. ഈ സ്വത്തൊക്കെ ഞങ്ങളെ 2 പേരിലുണ്ട് എഴുതി തരും. ആ, അത് നല്ലൊരു പരിപാടിയാണ്. എന്നാ ഞാൻ സത്യം പറയട്ടെ, അതിന് വെച്ച വെള്ളാണ്ട് വാങ്ങിച്ചാൽ നീട്ട് പോയടാ. ഓലൊരു സ്വത്തോരിയൊക്കെ വന്നിക്കണേ. ചേലക്കാതെ കണ്ണുപോലെ പോയിക്കോളി നിങ്ങൾ വാല് പൊക്കിയപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നടാ. നിങ്ങളൊരു ഓലക്കതാ നിങ്ങളെ സിഗരറ്റ് കൊണ്ടേക്കോളി. ബാവേ, ആ ഐഡിയ പാളി. ആടാ, ഇനി വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടോ എന്റെ കയ്യില്? എടാ സ്മൈലേ, അതിന് വയ്യുണ്ട്. വാപ്പാന്റെ അടുത്ത കൂട്ടുകാരനാണ് കോയാക്ക. നമുക്ക് കോയാക്കാൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞാലോ? കോയാക്കാൻ്റെ അടുത്ത് വാപ്പാൻ്റെ അടുത്ത് ഒന്ന് പറയാനും. കോയാക്ക പറഞ്ഞ വാപ്പ കേൾക്കും. എന്നാ വാ. കോയാക്കാട് ഉണ്ടാവൂലേ? ഉണ്ടാവും. ആയതായിരിക്കണു. കോയാക്ക, അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. എന്താ മക്കളെ പോന്നീ ബൈക്ക്? കോയാക്ക, ഞങ്ങളിപ്പോ വന്നതേ വാപ്പാന്റെ പേരിൽ കുറെ സ്വത്തുണ്ടല്ലോ, അത് ഞങ്ങളെ പേരിലാക്കി തരാൻ പറഞ്ഞിട്ടേ വാപ്പ സമ്മതിക്കണില്ല. നിങ്ങൾ പറഞ്ഞാല് വാപ്പ കേൾക്കും. നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാ നമ്മള് കാണും. നിങ്ങൾ എങ്ങനെയാലും പറഞ്ഞ് സമ്മതിച്ചെന്നാ മതി. എങ്ങനെയും ഞങ്ങളെ 2 പേരിലൊന്ന് ആക്കി തരാൻ ഒന്ന് പറയും. ഞാനേ അവന്റെ പഴയൊരു സുഹൃത്താണ്. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അവിടെ നിൽക്കേ, ഞാൻ ഒന്ന് മാറ്റിട്ട് വരാം കേട്ടോ. കോയാക്ക, ആ. നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വരും വാപ്പാന്റെ അടുത്ത്. ഞങ്ങൾ 2 ഇവിടെ ഇരിക്കും. ഞാൻ പോയി സംസാരിക്കാം. പോയിട്ട് വരും കേട്ടോ. ആയിക്കോട്ടെ. അസ്സലാമലൈക്കും. വാലൈക്കുമുസ്സലാം. ബാ കോയ, ബാ ബാ ഇരിക്ക്. അല്ല കോയെ, അന്നപ്പോ ഈ വഴിക്കൊന്നും തീരെ കാണലില്ലല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയത്? ഞാനേ ഓരോ ചുറ്റുപാടിലാണ്, എന്നിട്ട് വരാൻ നേരം കിട്ടണ്ടേ. ഞാൻ ഇപ്പൊ വന്നതേ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേണ്. എന്റെ വരവ് കണ്ടപ്പോ തന്നെ എനിക്കറിയാം വെറുതെ വരൂല, എന്തെങ്കിലും ഒന്നും ഉണ്ടാവുന്നു. ശരി, പറ, എന്താണ് കാര്യത്തെ പറ. എൻ്റെ 2 കുട്ടികളിൻ്റെ അടുത്ത് വന്നീന്. കുറേ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞു. എനിക്ക് ഈ സ്വത്തും മുതൽക്ക് ഓർക്ക് എഴുതി കൊടുത്തൂടെ? ഓ, അപ്പൊ അത് ശരി. അതാണിപ്പോ എൻ്റെ വരവിന്റെ ഉദ്ദേശം അല്ലേ? ഓല് 2 എൻ്റെ അടുത്ത് എത്തി. മരപ്പട്ടിക്ക് ഈനാമ്പിച്ച് കൂട്ടുകാരന്മാര് എന്നെക്കാളും 2 വയസ്സിന് മൂത്താണ് കോയാജ്. ഇല്ലെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞിരുന്നു. അതൊക്കെ ചിന്തിക്കാൻ തീരെ ബുദ്ധിയില്ലേ? എനിക്ക് ബലി 2 മക്കൾ മാത്രമേ ഉള്ളൂ, വേറെ മക്കളില്ലേ? മക്കളോട് നീതി പുലർത്തണ്ടേ? എനിക്കിപ്പോൾ എന്നോട് പറയാനുള്ളത്, ഇറങ്ങിപ്പോ കോയെന്ന് ഞാൻ പറയണില്ല. അതൊരു അപമര്യാദയാവും. ഇതിൻ്റെ വീട്ടിലാണ്. എൻ്റെ മക്കൾ വല്ല പണിക്കും തുരത്തിനും പോകുന്നുണ്ടോ, ഓലെ ചുറ്റുപാടെന്താ നാട്ടിലൊന്ന് അന്വേഷിക്കുക. ഇങ്ങോട്ട് അതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ വേണ്ടി വാ. ഇപ്പൊ കോയ വണ്ടി വിട്ടോ. കോയക്കേ, ഞാൻ കുട്ടികളോട് പറക്കണേ, ചായ പിടിച്ചിട്ട് പോകാം. അതിൻ്റെ ചായയും വേണ്ട, ഒരു മണ്ണിയും കെട്ടി വേണ്ട, ഒരു സ്വത്ത് കെട്ടിപ്പിടിച്ച് അവിടെ കടന്നോ. ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ആ നോക്കട്ടെ. കോയാക്ക, ആ, എന്തായി? നിങ്ങളെ വാപ്പേ അമ്പിനും ബില്ലിനും അടുക്കില്ല. ഓ മുള്ളം കൈതന്റെ സൈസാ. മേപ്പിട്ട് പോയാനും പറ്റൂല, കീപ്പിട്ട് പോയാനും പറ്റൂല. ഓനെ ഇന്ന അവിടുന്ന് ഒച്ചിട്ട് ആട്ടിക്കണം. കോയാക്ക, ഇനിയിപ്പോ നമ്മളെന്താ കാട്ടുക? അതിനൊക്കെ ഒരു വഴിയുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളോട് കേട്ടാ മതി. ശരി കോയാക്ക. നിങ്ങളെ വാപ്പേ ഉച്ചക്ക് ഉറങ്ങാറുണ്ടോ? ഉച്ചക്ക് ചോറണ്ട് തിന്നാലേ ഒരു 3-4 മണി വരെ വാപ്പ കൂർക്കം വലിച്ചോണ്ട് ഉറങ്ങും. വാപ്പേ ഉറക്കത്തിന്റെ ആശാനാണ്, ഒന്നും അറിയില്ലേ. ആ, എന്നാ നമ്മള് കഴിച്ചിലായി. അത് മതി നമുക്കെന്ന സമയം കളയാതെ ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് ആധാരം ഇതില്ലേ അവിടെ അവിടെ പോയിട്ട് എഴുതുക. വാപ്പ ഞങ്ങൾക്ക് സ്വത്ത് എഴുതി തന്നില്ല, പേപ്പർ ഉണ്ടാക്കിട്ട് ബാക്കിയുള്ള കളി നമുക്ക് എന്താ വെച്ചാൽ കളിച്ച. ആയിക്കോട്ടെ ആയിക്കോട്ടെ കോയാക്ക. ഞാൻ പോയിട്ടോ.
പേപ്പറൊക്കെയും ക്ലിയർ അല്ലേ? ആ കോയാക്ക അങ്ങോട്ട് നോക്കി. ഒക്കെയും ക്ലിയർ അല്ലേ? ഒക്കെ ക്ലിയർ ആക്കുക. നിങ്ങൾ പറഞ്ഞ മാതിരിയൊക്കെ എഴുതിക്കണേ. കോയാക്ക ഒക്കെ റെഡി അല്ലേ? എഗ്രിമെന്റ് ഒക്കെയും കറക്റ്റ് ആണ്. ഇഞ്ഞാണ് നമ്മളെ കളി. വാപ്പ ഉറങ്ങിക്കാരല്ലേ? കൂർക്കം വലിച്ചു ഉറങ്ങുക. എന്നാ വരി. ഇത് പൊടി കുട്ടിയെ ഒച്ചുണ്ടാക്കാതെ നടക്കട്ടോ. ഉറങ്ങിക്കൂലേ കുട്ടികളെ? നല്ല കൂർക്കം വെച്ചേക്കാരം. കോയാക്ക നല്ല ഉറക്കാണ്. ഒച്ചുണ്ടാക്കല്ലേ? കോയാക്ക പുറത്ത് നോക്കി. അല്ലാ ബീരങ്കി. എന്തിയാടാ? വാപ്പ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിച്ചാൻ വേണ്ടി വന്നതാണ്. പൊരുത്തപ്പെടിച്ചാണ് എന്തിനാടാ? ഒരാളെ കയ്യിൽ ഇതെന്താണിത്? മുദ്രപത്രവും മറ്റൊരാളെ കയ്യിൽ സ്റ്റാമ്പുകളും പൊരുത്തപ്പെടിക്കുന്ന എന്തിനാണ് ഇതൊക്കെ? വാപ്പാ നിങ്ങൾ പൊരുത്തപ്പെട്ടു എന്ന് മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തന്നാലേ ഞങ്ങൾക്ക് സന്തോഷാവൂലേ? അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതെന്താണെന്നറിയോ? ഇത് കത്തിയാണ്. ഈ മുദ്ര പേപ്പർ ഞാനൊരു ഒറ്റ വട്ടം കണ്ണോടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താണെന്ന്. എന്നാലേ വാപ്പാൻ്റെ കുട്ടികളിഞ്ഞ് ഇത് വെച്ച് കളിക്കണ്ട, ഇറങ്ങി പോകണം അവിടുന്ന്. നിങ്ങളോട് രണ്ടാളോട് എനിക്ക് പറയാനുള്ളതേ, ഞാൻ പറഞ്ഞത് അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഉള്ളിൽ പോയിട്ട് ഉമ്മ ചോറ് വിളമ്പി തരും. അല്ലെങ്കിൽ നേരെ മുമ്പ് കൂടെ ആ റോഡ് കണ്ടോ? ആ റോഡിന് നേരെ ഉത്തരം വിട്ടോളി. ഇജ്ജിവിടെ ഇരിക്ക്, അന്നോട് എനിക്ക് 2 വർത്തമാനം പറയാനുണ്ട്. കോയ ഇജ്ജിവിടെ ഇരിക്ക്, അന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കോയ, നമ്മളൊക്കെ പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരാണ്, ദൃശ്യമാധ്യമങ്ങൾ കാണുന്നവരാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്കൊക്കെ അറിയാമല്ലോ. എത്രയോ രക്ഷിതാക്കള് സ്വന്തം മക്കളുടെ പേരിൽ മുതൽ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് അവർ തെണ്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ ദിവസമായി ചുറ്റിപ്പറ്റി എൻ്റെ പിന്നാലെ നടക്കുന്നത്. കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് അന്നെ കൂട്ടുപിടിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് 5 മക്കളുണ്ട് എന്ന് നോക്കുക. ഈ 5 മക്കളോടും നമ്മൾ ഒരേപോലെ നീതി പുലർത്തണം. ഞാൻ ഇവർക്ക് 2 കൊണ്ട് എഴുതി കൊടുത്തു എന്ന് വെച്ചോ, ബാക്കി എൻ്റെ 3 മക്കൾ വന്നാൽ എങ്ങോട്ട് പോകും? ഒന്ന്, ഇവരെ 2 സ്വഭാവം മാറിയിട്ട് ഞങ്ങളോട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ പെണ്ണുങ്ങളും മറ്റുള്ള കുട്ടികളും എങ്ങോട്ട് പോകും? ഇതിനെക്കുറിച്ച് ഈ തീരെ ആലോചിച്ചിട്ടില്ല. ആയതുകൊണ്ട് ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ സ്വത്താണിത്. എൻ്റെ മരണശേഷം എൻ്റെ ഭാര്യക്കാണ് ഇതിൻ്റെ എല്ലാ അധികാരവും. എൻ്റെ ഭാര്യൻ്റെ മരണശേഷം ഇസ്ലാമിക നിയമപ്രകാരം ഇത് ഓഹരി വെക്കാനുള്ള എല്ലാ വസിയത്ത് പത്രവും എഴുതി കൊടുക്കേണ്ടോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ മരണശേഷം ആ പേപ്പർ രംഗത്ത് വരും. അപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും മറ്റൊരാളെ മക്കളാണെങ്കിലും മോശപ്പെട്ടത് കണ്ടാൽ മക്കളെ അത് തെറ്റാണ് എന്ന് പറയേണ്ട ഒരു ബാധ്യത തലമുതിർന്ന അണക്കും എനിക്കും ഒക്കെ ഉണ്ട്. അതിന് മറക്കരുത്. മക്കളെ, എൻ്റെ കുട്ടികളെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞേക്കേ, ഞാൻ അത് ഇത്രത്തോളം ആകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ അടുത്ത് പൊരുത്തപ്പെട്ട് തരണം കേട്ടോ. നമ്മളെ സുഹൃത്ത് ബന്ധം എന്നും നിലനിൽക്കണം. ഞാൻ തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, എന്റെ മനസ്സിലൊന്നുമില്ല. എനിക്ക് പൊരുത്തപ്പെട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ പോട്ടെന്നാ. ആയിക്കോട്ടെ. നമ്മളെന്താ കാട്ടുക? ഒരു ഐഡിയ കോയാക്ക, ഞങ്ങളെ ഐഡിയും പാളി, നിങ്ങളെ ഐഡിയും പാളി. ഈ വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ട് നിങ്ങൾക്ക്? ഐഡിയ വേണ്ട, നല്ലൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ 2 അധ്വാനിച്ചാൽ ജീവിക്കുക, അതന്നെ ഐഡിയ. ഓൻ്റെ കയ്യിൽ നിന്ന് ജീവൻ കിട്ടിയ തന്നെ ഭാഗ്യം. കള്ളാംക്കാള് ഇങ്ങനത്തെ 2 മതി കുടുംബം തുറയിക്കാൻ. ഇനിയിപ്പോ എന്താ കാട്ടുക? നല്ലൊരു ഐഡിയ ഉണ്ട്. രാവിലെ നമ്മളെ വെട്ടെല്ലാം ഇറക്കാൻ വേണ്ടിട്ട് വിളിച്ചില്ലേ, നമുക്ക് പോയിട്ട് ആ പണിക്ക് പോകുക, അതാ നല്ലത്. അതായിരിക്കും നമ്മളെ ഭാവിക്കും നല്ലത്. ആ എന്നാ വാ.